നോക്കൂ, ഇവിടെ എന്തിനു വേണ്ടി അങ്ങനെ ഒരു സമീപനം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നു എന്ന ചോദ്യമുണ്ട്. അതൊരു പക്ഷേ വി ഡി സതീശൻ പറഞ്ഞതുപോലെ തന്നെ എന്നും രാവിലെ വന്ന് കേന്ദ്ര സർക്കാരുമായി ഫൈറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമോ ഇതുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം? തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പരിധിവരെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ഡീലുകളിൽ അങ്ങനെ സ്വാഭാവികമായ ഒരു സമീപനം എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും സെൻട്രൽ ഗവൺമെൻറ്റുകളും എടുക്കാറുണ്ട്. കേരളത്തിൽ ഈ വിവാദത്തിൽ ഇന്ന് പുറത്തു വന്ന ഇന്നലെയുമായി പുറത്തു വന്ന പാർലമെൻറ്റിൽ നിന്നുള്ള വാർത്തകൾ വന്നതോടുകൂടി സംസ്ഥാന സർക്കാരിന് മുന്നിൽ പുതിയൊരു വലിയ സാധ്യത തുറന്നു കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രണ്ട് പ്രശ്നങ്ങളാണ് ഇതിൽ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഒന്ന്, സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇതിൽ പങ്കാളികളാകൂ, അങ്ങനെ ആകാനേ പാടുള്ളൂ എന്നതായിരുന്നു ഒരു വിഷയം ഉന്നയിച്ചത്. മറുഭാഗത്ത് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. ഈ രണ്ട് ചോദ്യത്തിനും ഒരേ ദിവസം ഒരേ സമയം പാർലമെൻറ്റിൽ നിന്ന് ഉത്തരം വന്നു. അപ്പോൾ അത് ഇന്നത്തെ ദിവസം ഇതിലൊരു ടേണിംഗ് പോയിൻ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ തരത്തിൽ സർക്കാരിന് മുന്നോട്ട് പോകാൻ, ഏത് തരത്തിൽ വേണമെങ്കിലും മുന്നോട്ട് പോകാനും ഇത് അവസരം കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നേരത്തെ ജിംസും തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് CPM ഇത് രഹസ്യമായി നടപ്പാക്കാൻ ശ്രമിച്ചു. ഘടകകക്ഷികളെ പോലും വിശ്വാസത്തിലെടുത്തില്ല. അതീവ രഹസ്യമായി മന്ത്രിയെ പോലും അറിയിക്കാതെ എന്ന് സംശയിക്കാവുന്ന തരത്തിലാണ് അതിൻ്റെ എല്ലാ പ്രോസസ്സും നടന്നത്. CPI അതിൻ്റെ പേരിൽ പിണങ്ങിപ്പോയി. അത് തന്നെ UDF കുറച്ചുകൂടി പരസ്യമായി ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇപ്പോൾ കാണുന്നത്. അതിൽ പക്ഷേ UDF ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, UDF അതിൽ സർവ്വത്ര ആശയക്കുഴപ്പമാണ്. എങ്ങനെയാണിത് നടപ്പാക്കാൻ, നൗഫൽ പറഞ്ഞ പോലെ നടപ്പാക്കാൻ വേണ്ടിയാണ് ഉപസമിതി വെച്ചതെന്ന് സംശയിക്കാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് എല്ലാ വിശദീകരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേസമയം ഇതെങ്ങനെ ഒരു യുക്തിഭദ്രമായി അവതരിപ്പിക്കാം അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് എഫേർട്ടായി അവതരിപ്പിക്കാം എന്ന കാര്യത്തിൽ UDF പരാജയപ്പെടുകയാണ് പൂർണ്ണമായിട്ട്. ഒരു സർവ്വത്ര ആശയക്കുഴപ്പമാണ്. ഇന്നലെ UDF കൺവീനർ എന്ന് പറഞ്ഞു നടപ്പാക്കാൻ തീരുമാനിച്ചതായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. ഇന്ന് വന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി ഈ വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞു, അതിൽ തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ ആശയക്കുഴപ്പത്തിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉന്നയിച്ച രാഷ്ട്രീയ ആവശ്യങ്ങളുടെ, അതായത് റദ്ദാക്കണതുമായി മുന്നോട്ട് പോകരുതെന്ന ആ രാഷ്ട്രീയ മുദ്രാവാക്യം ഉണ്ടായിരുന്നു UDFൻ്റെ. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം അവരുടെ മേലിങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇതിൽ കൃത്യമായൊരു തുറന്നു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്ര തന്നെ സുതാര്യമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയാത്തത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ തീരുമാനം, എളുപ്പത്തിലെടുക്കാവുന്ന രാഷ്ട്രീയ തീരുമാനം എന്നത് ഇതിൽ നിന്ന് പിന്മാറാൻ തീരുമാനിക്കുക എന്ന് തന്നെയാണ്. അത് എളുപ്പമാണ്. അത് വളരെ പെട്ടെന്ന് അത് ധീരമായ നിലപാടായിട്ട് വാഴ്ത്തപ്പെടും. സർക്കാരിനെ സംബന്ധിച്ച്, മുന്നണിയെ സംബന്ധിച്ച്, പാർട്ടികളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പ്രചാരണത്തിന് ആയുധമാക്കാൻ കഴിയുന്ന ഒരു വിഷയമാക്കി മാറ്റിയെടുക്കാൻ കഴിയും. CPM രഹസ്യമായി ഇത് നടപ്പാക്കിയത് പിടിക്കപ്പെട്ടപ്പോൾ CPM സ്വീകരിച്ച തന്ത്രം അതാണ്. വളരെ പെട്ടെന്ന് ഞങ്ങളിത് നിർത്തിവെക്കുകയാണെന്നുണ്ട് കത്ത് കൊടുക്കുന്നു. പിന്നീട് ഇതിനെതിരായ ഒരു പ്രസ്താവനകളും പിന്നെ അതിൻ്റെ എതിർപക്ഷത്തുള്ള ചാമ്പ്യനാവാനാണ് പിന്നെ CPM ശ്രമിക്കുന്നത്. അങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അതേസമയം അങ്ങനെ ഒരു ദിവ്യ ചോദിച്ചതുപോലെ അങ്ങനെ ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചാൽ അത് സർക്കാരുകൾക്കിടയിലുള്ള നയതന്ത്രത്തിൽ, ഭരണപരമായ കാര്യങ്ങളിൽ, അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ ചില പ്രയാസം സൃഷ്ടിക്കും. അത് പലതരത്തിൽ, ഇപ്പോൾ ചിലപ്പോൾ ഫണ്ട് തടഞ്ഞു വെക്കുക, സംസ്ഥാനത്തിന് കിട്ടാൻ്റെ ഫണ്ട് കിട്ടാണ്ടാവുക, അങ്ങനെ പോലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കും. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് കേരള ഗവൺമെൻറ്റിന് ഇതിലൊരു നിലപാടെടുക്കാൻ കഴിയുക. അതായത് സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഇത് നടപ്പാക്കാൻ കഴിയുമോ എന്ന അന്വേഷണം സംസ്ഥാന സർക്കാരിന് തീർച്ചയായും നടത്തണം. അത് നടത്താതിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ഉന്നയിക്കുന്ന വിഷയം RSS വൽക്കരണമാണല്ലോ. RSSൻ്റെ ഹിഡൻ അജണ്ടകൾ ഇതിൽ പുറകിൽ നടപ്പാക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, കേരളത്തിലെ രാജ്യത്തെ ഏതാണ്ട് എല്ലാ മേഖലയിലും ഈ കഴിഞ്ഞ ഒരു 3 ടേമായിട്ടുള്ള BJP സർക്കാരിൻ്റെ കടന്നുവരവോടുകൂടി അത്തരത്തിലുള്ള RSS വൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ അളവിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ ഏറെക്കുറെ നടന്നു കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാ മേഖലയിലും കേന്ദ്രവുമായി യുദ്ധമുഖം തുറന്നുകൊണ്ട് ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുക എന്നതാണോ സംസ്ഥാനം സ്വീകരിക്കേണ്ടത് എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ട് അവിടെ ഉയർന്നു വരും. അങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അത് കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ തന്നെ അത് വലിയ തോതിൽ തുരങ്കം വെക്കും. ഒരുപക്ഷെ സംഘപരിവാറൊക്കെ ആഗ്രഹിക്കുന്നത് തന്നെ അതായിരിക്കാം. കേരളം ഇങ്ങനെ അവരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാനം മുന്നോട്ട് പോകാതിരിക്കുക എന്നത് അവരുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹവും അജണ്ടയുമായിരിക്കാം. അത്തരത്തിലുള്ള ഈ വളരെ കുടിലമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിധേയമാകാതിരിക്കുക എന്നതും വിധേയപ്പെടാതിരിക്കാൻ ശ്രമിക്കുക എന്നതും ശ്രദ്ധിക്കുക എന്നതും കേരളത്തിന് ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇത് കോൺഗ്രസ് നയിക്കുന്ന ഒരു സർക്കാരാണ്, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് രണ്ടും
ചേർന്ന് വരുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് ഇതിൽ സ്വീകരിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് പറ്റുന്ന ഒരു വഴിയാണ് ഇന്ന് ഈ സിലബസിൻ്റെ കാര്യത്തിൽ ശിവദാസൻ്റെ ചോദ്യത്തിന് വന്ന മറുപടിയിൽ കേരളത്തിൻ്റെ സിലബസ് അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സിലബസ് തന്നെ ഇതിൽ സ്വീകരിക്കാം, പിന്തുടരാം എന്ന അഭിപ്രായം മന്ത്രി തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് ആ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഇനി അതിന് പറ്റില്ലെങ്കിൽ പിന്മാറാം, അതിനുള്ള വഴിയുമുണ്ട് എന്ന് നൗഫൽ പറഞ്ഞ പോലെ ഡയറക്റ്റായൊരു ചോദ്യവും ഉത്തരവുമല്ലാതെ എങ്കിൽ പോലും പിന്മാറുന്നതിൽ തടസ്സമില്ല എന്ന് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള മറുപടിയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ അതിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത് രഹസ്യമായും വളരെ രഹസ്യമായി ഈ പദ്ധതിയിൽ ഒപ്പിടാൻ ശ്രമിക്കുക, അത് പുറത്താവുക, അതിൻ്റെ പേരിൽ വിവാദം ഉണ്ടാവുക, ഇതാണ് സത്യത്തിൽ ഈ പ്രശ്നത്തെ ഇത്രയും സങ്കീർണമാക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതല്ലാതെ സുതാര്യമായി അതിൻ്റെ ഈ തരത്തിൽ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ, അതുപോലെ തന്നെ കേരളം ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ താല്പര്യം, ഇതിനോടുള്ള RSS അജണ്ടകൾക്ക് വഴങ്ങില്ല എന്ന കഠിനമായ നിലപാട്, ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതെങ്ങനെ നടപ്പാക്കാൻ കഴിയുമെന്ന് ആലോചിക്കേണ്ടതുണ്ട്. അത് കോൺഗ്രസ് അങ്ങനെ ഒരു ഇതിന് പോവുക, ചിലപ്പോൾ അതിന് നിയമയുദ്ധം നടത്തേണ്ടി വരും, ചിലപ്പോൾ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാവുന്ന ചില ഫ്രെയിമുകൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഈ രണ്ട് സാധ്യതയും മുന്നിലുണ്ട്. ഇനി ഇതൊന്നും പറ്റില്ലെങ്കിൽ പിന്മാറാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ UDF സർക്കാരിൽ സ്വീകരിക്കേണ്ട ഒരു സമീപനം സംസ്ഥാന താല്പര്യം സംരക്ഷിച്ച് നടപ്പാക്കുക, അതിന് പറ്റിയില്ലെങ്കിൽ അതിന് വേണമെങ്കിൽ നിയമയുദ്ധം തന്നെ നടത്തുക, ഇനി അതും അസാധ്യമാണ് എന്ന് തോന്നിയാൽ അതിൽ നിന്ന് പിന്മാറുക, ഇങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.